തോരാമഴ വീണ്ടും കണ്ണീർ മഴയായിരിക്കുകയാണ് സംസ്ഥാനത്ത്. പാലക്കാട് കണ്ണേമ്പ്ര കോട്ടേക്കാട് വീടിന്റെ ചുമരിടിഞ്ഞു വീണാണ് അമ്മയും മകനും മരിച്ചത്. കൊടക്കുന്ന് സ്വദേശികളായ സുലോചനയും മകൻ രഞ്ജിത്തുമാണ് മരിച്ചത്. ഇരുവരും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. ഉറങ്ങിക്കിടന്ന ഇവർക്കുമേൽ വീടിന്റെ ചുമര് ഇടിഞ്ഞു വീഴുകയായിരുന്നു. ഇന്നലെ രാത്രി പ്രദേശത്ത് കനത്ത മഴ പെയ്തിരുന്നു. അതിനാൽ തന്നെ രാവിലെയാണ് നാട്ടുകാരും അയൽവാസികളും വീട് തകർന്ന വിവരം അറിയുന്നത്. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഭിത്തിയുടെ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് ഇരുവരെയും കണ്ടെത്തിയത്. ഫ്രണ്ടിൽ ഒരു 25 സെന്റ് സ്ഥലമൊക്കെ അവർക്കുണ്ട്. പക്ഷെ ഇപ്പോൾ ഗവൺമെന്റ് ലിസ്റ്റിൽ പേരുമുണ്ട്. പക്ഷെ അത് ആ സമയബന്ധിതമായിട്ടല്ലേ കിട്ടുള്ളൂ. ഒന്നും ഇല്ലാത്ത സ്ഥലക്കാർക്കാണല്ലോ ഫസ്റ്റ് പ്രിഫറൻസ് വരിക. അപ്പോൾ ഇതിൽ വേറെ സ്ഥലമൊക്കെ ഉള്ള കാരണമായിരിക്കും അവർക്ക് വൈകിട്ടുണ്ടാവും. പക്ഷെ ലിസ്റ്റിലുണ്ട്. പക്ഷെ അവര് ഈ പറഞ്ഞു കേട്ടിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവുമായിരുന്നില്ല. സ്വകാര്യ ബസ്സിലെ ജീവനക്കാരനായിരുന്നു രഞ്ജിത്ത്. തൊഴിലുറപ്പ് തൊഴിലാളിയായിരുന്നു സുലോചന. ലൈഫ് ഭവന പദ്ധതിയുടെ ലിസ്റ്റിലുണ്ടായിരുന്ന ഇവരോട് കാലപ്പഴക്കമുണ്ടായിരുന്ന വീട്ടിൽ നിന്നും മാറി താമസിക്കാൻ പഞ്ചായത്ത് അധികൃതർ നിർദ്ദേശം നൽകിയിരുന്നു. കട്ടില്ലെങ്കിൽ ഒന്ന് തിരിച്ചറിഞ്ഞ സ്ഥിതിവിശേഷം നിങ്ങൾ നടത്തണം. കാരണം ഇല്ലെങ്കിൽ ഇത് ഭയങ്കര അപകടത്തിൽ പോകുമെന്ന് പറയുമ്പോഴും അവരത് ചെയ്യാനായിട്ടുള്ള തയ്യാറല്ലാത്തവരാണ്. കണ്ണൂർ മട്ടന്നൂർ കോളാരി കുംഭമൂലയിൽ വയലിലെ കിണറിന് സമീപമുണ്ടായ വെള്ളക്കെട്ടിൽ വീണ് സ്ത്രീ മരിച്ചു. കോളാരി ഷഫീനാസ് മൻസിലിൽ കുഞ്ഞാമിനെയാണ് മരിച്ചത്. വീടിന് സമീപത്തെ വയലിൽ പോയ കുഞ്ഞാമിനെ തിരികെ വരാത്തതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് വെള്ളക്കെട്ടിൽ വീണ നിലയിൽ കണ്ടെത്തിയത്. ഉടൻ തന്നെ മട്ടന്നൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണപ്പെട്ടു. വയലിൽ കൃഷി ആവശ്യത്തിനായി കുഴിച്ച കിണറിന് സമീപത്തെ വെള്ളക്കെട്ടിലാണ് കുഞ്ഞാമിനെ വീണത്. തൃശൂർ തളിക്കുളം നമ്പിക്കടവിൽ വീടിന് മുകളിലേക്ക് തെങ്ങ് കടപുഴകി വീണ 3 പേർക്ക് പരിക്കേറ്റു. നമ്പിക്കുളം സ്വദേശി ആലി മുഹമ്മദിന്റെ വീടിന് മുകളിലാണ് തെങ്ങ് വീണത്. പുലർച്ചെ 1:30യോടെയാണ് അപകടം നടന്നത്. പാലക്കാട്, കണ്ണൂർ, തൃശൂർ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.